ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാണ്. ഇതിപ്പോൾ മെയ് മാസമായല്ലോ. മെയ് മാസത്തിൽ നടേണ്ട കുറേ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കിഴങ്ങ് വർഗ്ഗം ചേന. ഇന്ന് ചേന നടുക കേട്ടോ. ചേന നടുന്നത് എവിടെയൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചേന അങ്ങനെ നടാൻ തോന്നും. അങ്ങനെ എൻ്റെത് കണ്ടാൽ അങ്ങനെ കുറേ പേർ അതുപോലെ ചെയ്യുന്നവരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് അവർ നടട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ വരി നമുക്ക് ചേന നടണമെങ്കിൽ കുറച്ച് വട്ടമുള്ള കവറ് വേണം കേട്ടോ. ഇത് എന്ത് ചാക്കാന്നറിയില്ല. ഇതിൽ ഞാൻ ഒരു പ്രാവശ്യം ചേന നട്ട് വിളവെടുത്തതാ. ഇത് നോക്കി ഇത്ര വലുപ്പം. ഒരു പ്രാവശ്യം കൂടി നടാം. അതുകൊണ്ട് ഇതിന് വൃത്തി കുറച്ച് കുറയും കേട്ടോ, ഒന്നും വിചാരിക്കണ്ട. ഇത് നന്നായിട്ട് എനിക്ക് വലിയ ചേന കിട്ടിയിരുന്നു. എൻ്റെ ചാനലുണ്ട്, ഞാൻ ഇട്ടതാ അത്. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ഇതിൽ തന്നെയാണ് നടുന്നത്. വർക്കത്തുള്ള ചാക്ക, കാരണം നന്നായിട്ട് കിട്ടും. ഹോൾസ് വേണം കേട്ടോ. അതിന് ഹോൾസ് ഇട്ടിട്ടുണ്ട്. അടിഭാഗം കെട്ടിയത് ഇതൊന്ന് കാണിക്കാൻ പറ്റില്ല, അതിൻ്റെ മുമ്പ് കെട്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ ഇതിനെ പൊട്ടി മിക്സൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്ന പണി എന്താ അറിയില്ലേ, ചകിരി എൻ്റെ ബെഡ് പൊളിച്ച് എന്നോട് ആരോ കമൻറ്റ് ചോദിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് ഈ ചകിരി ഇങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. എനിക്ക് കിട്ടുന്നത് മുഴുവനും ഒരൊറ്റ ബെഡ് നിന്നാട്ടോ. കാരണം നമുക്ക് ഇത്രയല്ലേ വേണ്ട. അപ്പോൾ ഒരു ബെഡിന് എത്ര ഇനിയുണ്ട്. ഇങ്ങനെ അതിങ്ങനെ മടക്കി കുത്തി നിറച്ചിട്ടുള്ള ബെഡായിരുന്നു അതൊക്കെ മുമ്പത്തെ കേട്ടോ, ഇപ്പോഴത്തെ ബെഡല്ലേ. അപ്പോൾ ഞാൻ കിട്ടിയത് പറഞ്ഞല്ലോ. അത് ഞാനിങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത് എന്താ അറിയോ, ചിലർക്ക് ഇത് കണ്ടിട്ട് എനിക്കും അങ്ങനെ ചെയ്യായിരുന്നു, കത്തിക്കണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നുമല്ലോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ. അതിനാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. എൻ്റെ ഇതിൽ അങ്ങനെ കുറച്ച് പാഠങ്ങളൊക്കെ പഠിക്കാനുള്ളതൊക്കെ ഉണ്ട്. മറന്നുപോയത് ഓർമ്മപ്പെടുത്തുന്നതൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ ചകിരിട്ട് ഇനി അടുത്ത് ഇടുന്നത് എൻ്റെ ഇതെന്താണെന്നറിയോ, കരിയില കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ വെച്ചതായിരുന്നു. അതിലുണ്ടാവും തുണികളൊക്കെ ഉണ്ടാവും. തോട്ടത്ത് നടിച്ച് വരി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതങ്ങ് ചെരിയട്ടെ. ചേനയ്ക്ക് നമ്മൾ വളം ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാരണ എല്ലാം അടിഭാഗത്തല്ലേ കൂടുതൽ നമ്മൾ വളമൊക്കെ ചെയ്യേണ്ടത്. ചേനയ്ക്ക് അങ്ങനെയല്ല. ചേന വെച്ചിട്ട് ഇതിൻ്റെ മേലെ നിന്നാണ് വേര് ഇങ്ങനെ വരുന്നത്. അപ്പോൾ മേൽഭാഗത്താണ് നമ്മൾ വളം കൊടുക്കേണ്ടത്. പിന്നെ ഇത് അവർക്ക് കിട്ടിക്കോളും. വേര് വരുമല്ലോ, നിറച്ച് വേര് വരുമല്ലോ. ഇത്രയും ഞാൻ അങ്ങിട്ട് ഇതെൻ്റെ ഉള്ളപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റണോ, കുപ്പിച്ചില്ല് മാറ്റണോ. നമ്മളിങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, കല്ല് ഇങ്ങനെ ഇത്രയും വിസ്താരത്തിൽ അങ്ങിട്ട്. ഇതെൻ്റെ കുറേ പൂക്കൾ മുറ്റടിച്ച് വാരിയത്, പുല്ല് പറിച്ചിട്ടത്, അതിനെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് വെച്ചേനു. ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കില്ലേ, ഇത് ഇപ്പം നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇത് ഇങ്ങനെ ഇതിൽ പറ്റുമോ എന്നുള്ളത്. ഇതിന് കുറച്ച് കഴിഞ്ഞാൽ ഈ കളറൊന്നും കാണൂല. ഞാൻ കുറച്ച് മണ്ണിടും. മണ്ണൊരു മാജിക്കുള്ള സംഭവമാണ്. എന്തൊക്കെ കമ്പോസ്റ്റ് ആക്കിയിട്ട് മണ്ണാക്കി മാറ്റും. അപ്പോൾ ആ മണ്ണ് പിന്നെ പാറ പോലെ ഉറച്ചതായിരിക്കില്ല, സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് മണ്ണിലാണ് വേരോട്ടം ഉണ്ടാവുക. വേരോടിയാലാണല്ലോ ചെടി ഉഷാറിൽ ഇങ്ങോട്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. അധികം മണ്ണൊന്നും ഇടുന്നില്ല. ഇങ്ങനെ ഞാൻ എപ്പം പറയുന്നുണ്ടല്ലോ, പുട്ടിന് തേങ്ങ ഇട്ടും പോലെ എന്നുള്ളത്. കൂടുതൽ പുട്ടുമ്പോൾ ഇത്തിരി തേങ്ങ എല്ലാം ഇട്ടുള്ളൂ. അതുപോലെ ഇതൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കും. ഇനി ഇതിലാണ് ഞാൻ ചേന വെക്കുന്നത് കേട്ടോ. ചേന കാണിച്ചു തരാം. ഇതിൻ്റെ മേലെ വെക്കും. എന്നിട്ടാണ് ഞാൻ ഇനി പൊട്ടി മിക്സൊക്കെ ഇടുന്നത്. ഇതാണ് എൻ്റെ വിത്ത്, ചേന വിത്ത്. ഈ ചേനക്ക് ഇവിടെ ഒരു മുള വന്നിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം ചേന വിളവെടുത്തപ്പോൾ 3 ചേന വലുതുണ്ടായിരുന്നു. അതുപോലെ ഇത് ഞാൻ കളയുന്നില്ല. ഇതും വലുതായിക്കോട്ടെ. അതിനുള്ള വിസ്താരമുള്ള ചാക്കുണ്ടല്ലോ, കണ്ടോ. ഈ ചേന ഞാൻ നടാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ വെക്കുന്നേ ഉള്ളൂ, കുത്തിയമർത്തിയൊന്നും വേണ്ട. കാരണം ഇതിൻ്റെ മേലെ കുറേ പൊട്ടി മിക്സ് ഇടുന്നുണ്ട്. തെറ്റിപ്പോവുക. വെച്ചു. ഇനി ഞാൻ കുറേ പൊട്ടി മിക്സ് ഇടട്ടെ കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഇത്തിരി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊരു മണ്ണിടട്ടെ അതിൻ്റെ മേലേക്ക് ഒന്ന്. ഇവിടെ ഇപ്പോൾ 2-3 പ്രാവശ്യം മഴയൊക്കെ കിട്ടി. ഇനി നമുക്ക് നിലത്ത് നട്ടാൽ നല്ല
നല്ലോണം ഉണ്ടാവും. ചാക്കിലാകുമ്പോഴുള്ള ഗുണം എന്താ അറിയോ? മണ്ണ് ഒരുക്കണ്ട, പുല്ല് പറിക്കണ്ട, കൊത്താൻ പ്രയാസമല്ല. നമ്മളെ പോലത്തെ ലേഡീസ് നല്ല സുഖമാണ്. പിന്നെ എത്ര ഇപ്പം വലുപ്പായാലും ചെറുപ്പായാലും നമ്മൾ നടുന്നാണല്ലേ നമുക്ക് ആരോഗ്യം കിട്ടൂ, ഒരു മാനസിക ഉല്ലാസം കിട്ടൂ, അധ്വാനം കുറവ്, ആവശ്യം വരുമ്പോൾ മാത്രം കിട്ടും വിളവെടുക്കുക. നമ്മളെ കൺമുമ്പിലും ആയിരിക്കും, കൺവട്ടത്തും ആയിരിക്കും, ദൂരെ ഒന്നും ആയിരിക്കൂരല്ലോ നമ്മൾ വെക്കുന്നേ. നിലത്തുണ്ടാകുന്ന നന്നായിട്ടുണ്ടാവും. ഞാൻ നിലത്തും കുറേ നടുന്നുണ്ട്. ഇടയ്ക്ക് മുറ്റത്ത് കയ്യരച്ചിട്ടായാലും ഞാൻ ചേന ചാക്ക് നടുന്നു. അടിയിൽ ഞാൻ നിറയെ കരിയില ഇട്ട് നിറച്ചതാണ്. ഇടയ്ക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് വിത്ത് വെക്കുകയും ചെയ്ത് അതിൻ്റെ മേലെ ഞാൻ കരിയില കമ്പോസ്റ്റ് ഇടുക. കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇനി പോട്ടി മിക്സ് ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് വായു സഞ്ചാരത്തിന് നല്ലതാണ്, ധാരാളം വളർച്ചയ്ക്ക് ഇത് നല്ലതാണ്, ധാരാളം നൈട്രജൻ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് ഇത്. പിന്നെ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ വീടും പരിസരവും നല്ല വൃത്തിയായും ചെയ്യും. നമുക്കാണെങ്കിൽ നല്ല വളം കിട്ടും ചെയ്യും. പൈസ കൊടുത്ത് വളം വാങ്ങണ്ട, നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഞാൻ ധാരാളം അടുക്കള വേസ്റ്റ് ഇടുന്നുണ്ടല്ലോ. അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് അല്ല കേട്ടോ, പച്ചക്കറിയൊക്കെ മുറിച്ചിടുന്നത്. അപ്പോൾ ഇതിലിട്ടപ്പോൾ ആ വിത്തില്ലേ, ആ വിത്തും ഇതിൽ പെട്ടിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നോക്കിയാൽ ഒന്നും കാണൂലേ, കൂടി കട്ട പിടിച്ചിരിക്കുക. അങ്ങനെ ആ വിത്ത് നമ്മൾ നനച്ചെടുക്കൂരത്. നനക്കണമല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പം മഴയൊന്നുമില്ല, ചാക്ക് വെച്ചാൽ പ്രത്യേകിച്ച് നനക്കണം. അപ്പോൾ ആ വിത്ത് ഇങ്ങ് മുളച്ച് വരൂ. ആ വിത്ത് മുളച്ച് വന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വിത്ത് മുളച്ച് വന്നിട്ട് ആ വിത്ത് നമുക്ക് പിരിച്ച് കുഴിച്ചിട്ടിട്ട് ഇടയ്ക്ക് കൊണ്ടുപോയി പിരിച്ച് നല്ല തയ്യായിട്ടുണ്ടാവും. അത് വണ്ണം വെച്ച് നല്ല ഉഷാലത് വരിക. ഇപ്പം തയ്യും പൈസ കൊടുത്ത് വാങ്ങണ്ട. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലുള്ള ഗുണമാണ് പറയുന്നത്. കണ്ടോ, ഈ കറുപ്പും കിട്ടും. ഇതൊക്കെ എന്താണെന്നറിയാം എൻ്റെ മുമ്പിലുള്ളത്? ഇതെല്ലാം എൻ്റെ വഴുതിന മൂപ്പെത്തിയതിന് ശേഷം ഞാൻ ഉണങ്ങിയത് എടുത്ത് വെച്ചത്. നല്ല വിത്താണ്. ഇവിടെ എന്നെ കാണാൻ കുറേ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അവർക്കൊക്കെ വിത്താ ചോദിക്കുക എന്നോട്. എന്നെ കാണാൻ ഏറ്റവും കൂടുതൽ എന്നെ കാണാൻ ആഗ്രഹിച്ചാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും വിത്തുണ്ടോ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ വേണ്ടത് നിത്യവഴുതനൻ്റെ വിത്താണ്. അപ്പോൾ ഈ വഴുതിന നല്ലതാണ്, ഈ വഴുതിന. അപ്പം ഞാൻ കുറച്ച് വിത്ത് എടുത്ത് വെച്ച് ആരും വരുമ്പോൾ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, എന്നോട് ചോദിക്കും അയച്ചു തരുമോ, കൊറിയർ ചാർജ് തരാം, അയച്ചു തരുന്നൊക്കെ ഉള്ളു കേട്ടോ. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ ആർക്കും ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ വന്നാൽ ഞാൻ ചോദിക്കുന്നതൊക്കെ തരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, കരിയില കമ്പോസ്റ്റ് നമ്മളെ വിഷയമല്ല, ചേന നടുന്നതാണ്. എന്നാൽ കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ തൈ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ ഒരു ജമന്തി നട്ട് കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ട് മുളച്ച് വന്നത് നോക്ക്. എന്താ ഉഷാറിൽ മത്ത മുളച്ച് വന്ന്. ചീര ഉണ്ടായിരുന്നു, ചീരൊക്കെ ഞാൻ പറിച്ച്. ഇപ്പം നോക്ക് മത്ത മുളച്ച് വന്നത്. ഇത് രണ്ടും കൂടി ഇവിടെ ശരിയാവൂല, ഞാനിത് മാറ്റി നടും. നോക്ക് എന്താ ഉഷാറ്. ഇതിപ്പം ചേനയിലാണ് മുളച്ച് വന്ന് വെച്ചാൽ ഞാൻ ഈ മത്തൻ അവിടെ നിർത്തും. പക്ഷെ ഇത് ജമന്തിയിലാണ് മുളച്ച് വന്ന്. അപ്പോൾ അത് പറിച്ച് കളയണോ, പറിച്ച് വേറെ നടണം, കളയൂല കേട്ടോ, പറിച്ച് കളയണം. പിന്നെ ഇപ്പോൾ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു ഇത് വന്നിട്ടുണ്ട്, പിന്നെ കൊറിയർ ചാർജ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരാൾ ഇന്ന് വിളിച്ച് പറഞ്ഞതാണ്. ഞങ്ങളെ പോസ്റ്റ് ഓഫീസിലും അല്ല വന്ന്, വേറൊരു പോസ്റ്റ് ഓഫീസിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ പേരിൽ ഇവിടെ ഒരു കത്ത് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. പോസ്റ്റ് ഓഫീസൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഓഫീസിലെ ആളല്ല. പക്ഷേ ഞാൻ നാളെ കിട്ടുള്ളൂ. എന്താണെന്ന് എനിക്കറിയൂല. എന്തോ വിത്ത് അയക്കാൻ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു കേട്ടോ. നോക്കട്ടെ, കിട്ടിയിട്ട് പറയാം. അടുത്തത് എൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വള. എല്ലാ വളവും ഇതിലിട്ടിട്ടുണ്ട് ഞാൻ. മുരിങ്ങയില, പിന്നെ ചീമക്കൊന്നൻ്റെത് എല്ലാം ഇട്ടതാണ്. നോക്കി ഇതിൻ്റെ കളറ്. ഇങ്ങനെ അങ്ങ് ചെയ്താലുണ്ടല്ലോ ഒക്കെ ഞാൻ മേലെ ഇട്ടത്. ഈ ചേന ഞാൻ ഇത്രയും കീറുന്നുണ്ട്. ഇപ്പം തന്നെ മെല്ലെ കൊണ്ടുവെക്കണം തോട്ടത്തിൽ. നമ്മളിത് തൊഴണമൊന്നുമില്ല, മെല്ലെ കൊണ്ടുവെക്കുള്ളൂ. പിന്നെ നമ്മളിത് അനക്കുന്നില്ലല്ലോ, അപ്പോൾ ഇത് മതി. ഇത് ഇത്രയും വിസ്താരത്തിൽ വലിയൊരു ചേന ഞാൻ വിളവെടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. നമ്മൾ നടുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. എന്നാലും ചേന ഇത്രയും തൂക്കമുള്ള വണ്ണൽ ഇത്രയുള്ള ചേന കിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ല, അടിയിൽ ചകിരിയിട്ട് പിന്നെ കരിയിലിട്ട് കരിയില കമ്പോസ്റ്റ് ഇട്ട് ഇത് വെച്ചു. അതിൻ്റെ മേലെയും കുറേ ഇതിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇനി ഇത് നാമരും ഒന്ന് ഇരിക്കൂ. ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ എന്താക്കുക, വീണ്ടും മുറ്റടിച്ച് വരുമ്പോൾ കിട്ടൂലേ, അതെല്ലാം കിട്ടുക. പിന്നെ ചീമക്കൊന്നൻ്റെ അത് ഇതൊക്കെ നല്ല ഇതിൽ പെട്ടു. അതിലൊക്കെ ധാരാളം നൈട്രജനും
പൊട്ടാസ്യം കാൽസ്യം ഒക്കെ ഉള്ളതാ. പെട്ടെന്ന് ചേന വളരും. ഒരു ചേന ഇങ്ങനെ പൊന്തി വന്ന് നല്ല ഭംഗിയുണ്ട്. ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂട്ടോ. ഇനി ഞാൻ ഇതിനൊരു പൊത ഇടുക എന്നവിടെ പറയട്ടോ. കാരണം എന്താ അറിയോ, ഇതിൻ്റെ ഉള്ളിലത്തെ മൊത്തത്തിൽ നല്ല സോഫ്റ്റായിട്ടും വായു സഞ്ചാരം കിട്ടും. നല്ല AC കിടക്കും പോലെ ആയിരിക്കും ഇവർ കിടക്കുന്നത്. അടിഭാഗമുള്ളവർ മേലെ എന്താ അറിയോ, മേലെ നമുക്ക് വെയിൽ തട്ടിയിട്ട് ഇതൊക്കെ ഉണങ്ങിപ്പോകും. അപ്പോൾ അതിനാണ് ഈ പൊത ഇടുന്നത്. എന്ത് ചെടി നട്ടാലും പൊത ഇട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ നനയ്ക്കുന്നൊന്നും അത്ര പെട്ടെന്നൊന്നും വാർന്ന് ഉണങ്ങിപ്പോകില്ല. അതിനോട്ടുന്നത് കരിയില തന്നെയാണ്. അതില്ലാത്ത വിഷയമല്ല കേട്ടോ. വീണു. ഇപ്പോൾ മണ്ണിൻ്റെ ഉപയോഗം വളരെ കുറച്ച് മതി. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ ചേന ഇങ്ങനെ ആളായി വരുമ്പോൾ ഒക്കെ ഉഷാറായി. ഇങ്ങനെ അങ്ങ് നട്ടാൽ ഇത്രയും വിസ്താരമുള്ള ചാക്കിൽ ഈ രീതിയിൽ ചേന നട്ടാൽ നല്ല തൂക്കള അടിപൊളി ചേന കിട്ടും. അടിപൊളിയായില്ലേ? ഇനി ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. അങ്ങനെ വിജയകരമായിട്ട് നല്ലൊരു ചേന നട്ട് കഴിഞ്ഞു. നിങ്ങളൊക്കെ ചേന നട്ടോ? ചേന, ചേമ്പ്, കപ്പ എല്ലാം നടേണ്ട ടൈമായത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്നായിട്ട് നടാൻ എന്നോട് കഴിയൂലല്ലോ. കുറച്ചല്ലേ നടാൻ കഴിയുള്ളൂ. ഇപ്പം ഞാൻ 2-3 നട്ട് ഞാൻ നടുന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കലുണ്ട്. ഈ രീതിയിൽ നട്ടാൽ മതി ചേന കേട്ടോ. എന്നാൽ നമുക്ക് തന്നെ കൊത്തിയെടുക്കുക, നമുക്ക് വളം നമുക്ക് ഉണ്ടാക്കുക, മണ്ണ് സോഫ്റ്റ് ആവും, പൈസ കൊടുത്ത് വാങ്ങണ്ട, എല്ലാം കൊണ്ട് കൂടാം. അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ടല്ലോ. വീഡിയോൻ്റെ ഇടയിൽ ഇത് കുറേ ആളെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നു, കൃഷ്ണകുമാരിന്നോ കൃഷ്ണകുമാരനോ അങ്ങനെ ഇട്ടാ പേര്. അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എപ്പോൾ ഖേദം പറയും. ക്ലിയറായിട്ട് പേര് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ ലക്ഷദ്വീപിൽ നിന്നുണ്ട്, പിന്നെ ജയന്തി ഉണ്ട്, വൈഷ്ണവി ഉണ്ട്. കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് കേട്ടോ. എല്ലാവരുടെ പേരും പറയുമ്പോഴത്തേന് എഴുതിയെടുക്കണം, മറന്നു പോകുക. തീരെ ഓർമ്മശക്തിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.